നമസ്കാരം. സുഡാപ്പി സ്റ്റാറായിട്ടുള്ള ഷാഫിയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടു, അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ്. ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യമെന്ന കവിവാചകം നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് മുല്ലപ്പൂ വീണ് കിടക്കുന്ന അതിൻ്റെ കീഴെയുള്ള കല്ലുകളുണ്ടല്ലോ, ആ കല്ലിനും എന്തുണ്ടാകാം? ആ മുല്ലപ്പൂവിൻ്റെ സ്മെല്ലുണ്ടാകാം. പ്രക്ഷോഭ് അറസ്റ്റിലാകുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത് അതേ വാചകമാണ്. അത് കേട്ടിട്ടോ കണ്ടിട്ടോ ഞെട്ടേണ്ട കാര്യമില്ല. അതിൻ്റെ ബോസിനെ ഇനി അറസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ബോസിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ചവിട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്നു, പുറത്തു വരാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. വലിയ താമസമൊന്നും വേണ്ട, കാലമൊന്നിനും കണക്ക് ചോദിക്കാതെ പോകില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ നാട്ടിൽ ഒരു ഗുണ്ടാ ഗ്യാങ് ഉണ്ടെന്ന് വെച്ചു. ആ ഗുണ്ടാ ഗ്യാങ് രൂപപ്പെടുന്നത് എങ്ങനെയായിരിക്കും? ഒരു നേതാവിന് ചുറ്റുമായിരിക്കും ആ ഗുണ്ടാ ഗ്യാങ് രൂപപ്പെടുന്നത്. അതുപോലെ പാലക്കാട് കേന്ദ്രീകരിച്ച് ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് പീഡന പരാതി ഉണ്ടാവുകയാണ്. അവരെല്ലാം ആരെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്? അല്ലെങ്കിൽ ആ ഗ്യാങ് ഈ പീഡന ഗ്യാങ് ആരെ ചുറ്റിപ്പറ്റിയാണ് അവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ രൂപപ്പെട്ടിരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് നിങ്ങൾ ഒരു വീഡിയോ കൂടി കാണിക്കുകയാണ്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഇമാതിരി ആൾക്കാരെ എല്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തി ആരാണ് എന്ന് നോക്കിയതിന് ശേഷം ഈ ഗ്യാങ്ങുകളിലുള്ള ഓരോരുത്തരും ഓരോ തവണ ഓരോ പീഡന കേസിൽ അറസ്റ്റിലാകുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഗുണ്ടാ ഗ്യാങ്, കൊട്ടേഷൻ ഗ്യാങ്, അതിൽ ഈ ചുറ്റാകെ നിൽക്കുന്ന ഓരോരുത്തരും അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും യവന്മാരെല്ലാം വഴിപിഴച്ചവന്മാരാണ്, കുഴപ്പക്കാരന്മാരാണെന്ന് സമൂഹത്തിനൊരു ധാരണയുണ്ടാകും. അതുപോലെ സുഡാപ്പി സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഷാഫിയെക്കുറിച്ച് ഇപ്പോഴും ധാരണയുണ്ടാകാത്തവർ ഈ ഒരു വീഡിയോ കൂടി കാണും. ഇത് ആദ്യത്തേതല്ല, ഇത് ആവർത്തിക്കപ്പെടുകയാണ്. പാലക്കാട്ടെ കോൺഗ്രസ് നേതാവും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അനുയായിയുമായ കൌൺസിലർക്കെതിരെ പീഡന പരാതി. രാഹുൽ മാങ്കൂട്ടവുമായും ഷാഫി പറമ്പിലുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. പ്രക്ഷോഭ് വരട്ടെ, പ്രക്ഷോഭ് എടുത്തിട്ടുള്ള എഫേർട്ട് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ചേർത്ത് പിടിക്കണേ, ചിഹ്നം കൈപ്പറ്റി നമ്മുടെ പ്രക്ഷോഭ് വരട്ടെ. പാർട്ടി എടുത്ത റിസ്കിന് പാർട്ടി ഫ്യൂച്ചറിലേക്ക് നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് രാഹുൽ എന്ന് പറയുന്നത്. അത് ആ സമ്മാനത്തെ തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങൾക്കുള്ള ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നു. പാലക്കാട് നഗരസഭാ കൌൺസിലർ പ്രക്ഷോഭ് സി വത്സനെതിരെ ലൈംഗിക പീഡന പരാതി. ദളിത് യുവതി പരാതി നൽകി. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം ബലമായി പീഡിപ്പിച്ചെന്നും ഇദ്ദേഹം മത്സരിച്ചപ്പോഴാണ് ഈ ഏറെക്കാലമായി ഒളിവിലുണ്ടായിരുന്ന, അതായത് ലൈംഗിക പീഡന പരാതി പിന്നീട് കേസ് ഒക്കെ ആയപ്പോൾ ഏറെക്കാലം ഒളിവിലുണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പൊങ്ങിയത് പിന്നീട് പ്രക്ഷോഭിന് വോട്ട് ചെയ്യാനാണ്. പ്രക്ഷോഭ് ജയിച്ചപ്പോൾ ആദ്യമായി അദ്ദേഹം കാണാൻ പോയതും സന്തോഷം പ്രകടിപ്പിക്കാൻ പോയതും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിലേക്കാണ് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള ഒരു നേതാവിനെതിരെയാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഏത് തരത്തിലുള്ള ലൈംഗിക പീഡന പരാതിയാണ് ഉയർന്നത്? സമാനമായ രീതിയിലുള്ള ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. പ്രക്ഷോഭ് വരട്ടെ, പ്രക്ഷോഭ് എടുത്തിട്ടുള്ള എഫേർട്ട് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി നിങ്ങൾ കൈപ്പത്തി അടയാളത്തിൽ അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ചേർത്ത് പിടിക്കണേ, ചിഹ്നം കൈപ്പറ്റി നമ്മുടെ പ്രക്ഷോഭ്. സമൂഹത്തിൽ ഏറ്റവും അപകടം പിടിച്ച ചിന്താഗതിക്കാർ. ഇവർക്കുള്ള രണ്ട് ഗുണങ്ങൾ: കാഴ്ചയിൽ സുന്ദരന്മാരും ഒപ്പം തന്നെ വാക് സാമർഥ്യവും. ഇത് രണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിൽ ഏറ്റവും അപകടകരമായ മാനസികാവസ്ഥയുള്ളവരെ, സ്ത്രീ പീഡകന്മാരെ രാഷ്ട്രീയത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാന പണി ആരെന്ന് ചോദിച്ചാൽ പാലക്കാട് കേന്ദ്രീകരിച്ച് സുഡാപ്പികളെല്ലാം കൂടി സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാറാക്കി നടത്തുന്ന ഷാഫിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് അയാളെക്കുറിച്ച് ഓർത്ത് തല കുനിക്കേണ്ടി വരില്ല എന്ന് ഗ്യാരണ്ടി കൊടുത്ത വ്യക്തി ആരാണ്? ഷാഫിയാണ്. വീണ്ടും മറ്റൊരാൾ, 28ാം വാർഡ് കൗൺസിലറായിട്ടുള്ള പ്രക്ഷോഭ് ഇപ്പോൾ പീഡന കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴും അയാളെ സമൂഹത്തിന് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഷാഫി ഗ്യാരണ്ടി. ഷാഫി ഗ്യാരണ്ടിയിലൂടെ വരുന്ന വ്യക്തികളെല്ലാം ഏത് തരക്കാരാണ്? ഒരെണ്ണം നമുക്ക് ആക്സിഡന്റ് ആണെന്ന് വിചാരിക്കാം, അതായത് അപ്രതീക്ഷിതമായി സംഭവിച്ചു പോയതാണെന്ന് വിചാരിക്കാം. റിപ്പീറ്റഡ് ആണെങ്കിൽ ദാറ്റ് മീൻസ് വാട്ട്? നിങ്ങൾക്കും ചിന്തിക്കാവുന്നതാണ്. അതായത് ഷാഫി എന്ന പൊളിറ്റിക്കൽ ഫ്രോഡിനെ തിരിച്ചറിയാൻ ഇനിയും അധികം വൈകേണ്ടി വരില്ല. കാര്യം നമ്മുടെ മുന്നിൽ വാക് ചാതുര്യതയോടുകൂടി ക്യാമറയ്ക്ക് മുന്നിൽ വിദഗ്ധമായി അഭിനയിക്കുന്നവർ ഒരു കാര്യമുണ്ട്, അവർ ഉള്ളാലെ ഇതല്ല. വാക് സാമർഥ്യം കൊണ്ട് അവർ പ്രകടിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഫ്രോഡുകൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാഫിയുടെ ചുറ്റാകെ നിൽക്കുന്ന ആ ഗ്രൂപ്പാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവർ വളർന്നു വരുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അപകടം എന്താണെന്നും ഓരോ വീടുകളിൽ ഇരിക്കുന്ന സ്ത്രീകളുടെ ജീവിതങ്ങളെ
എങ്ങനെയാണ് ഇവർ തകർത്തെറിയുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് പ്രക്ഷോഭ് കൂടി അറസ്റ്റിലാകുമ്പോൾ ഈ സുഡാപ്പികൾ മതേതരരാകാൻ ശ്രമിക്കുന്ന ഒരു രീതിയുണ്ട്. ചുറ്റാകെ കുറച്ച് ഹിന്ദു മുഖങ്ങളെ പ്ലേസ് ചെയ്യും. അതുപോലെ ഷാഫി തൻ്റെ ചുറ്റാകെ ആ സുഡാപ്പിസം പുറത്തേക്ക് അറിയാതിരിക്കാൻ കുറച്ച് ഹിന്ദു ഫേസുകളെ മുൻനിർത്തിക്കൊണ്ട് മതേതരൻ ചമയാൻ ശ്രമിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഷാഫി എന്ന രാഷ്ട്രീയ ഫ്രോഡിനെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ പ്രക്ഷോഭ് എന്ന വ്യക്തിയോടുകൂടി നിങ്ങൾ തിരിച്ചറിയാൻ വൈകുകയാണെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. ഇനിയും അനവധി സ്ത്രീകളുടെ ജീവിതങ്ങൾ ഈ നാട്ടിൽ തകർത്തെറിയാനായിട്ട് ഷാഫി നേതൃത്വം കൊടുക്കുന്ന ആ പീഡന സംഘം സജീവമായി തന്നെ ഉണ്ടാകും. അതുകൊണ്ടാണ് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളോടും ഒപ്പം തന്നെ ന്യൂനപക്ഷ വിശ്വാസികളും ആ രാഷ്ട്രീയ ഫ്രോഡിനെ തിരിച്ചറിയേണ്ടതുണ്ട്. അവരുടെ ലക്ഷ്യം അവരുടേതായിട്ടുള്ള ചില നേട്ടങ്ങളുടെ ലക്ഷ്യമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കാപട്യത്തിൽ വീഴരുത് എന്നുള്ള മുന്നറിയിപ്പാണ് നിങ്ങളുടെ മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നൽകാനുള്ളത്.